ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പഴുത്ത തോലൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ സിമ്പിളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഈ 3 നേന്ത്രപ്പഴം നമുക്കൊന്ന് കട്ടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പഴുത്ത് കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുട്ടികൾ എന്തായാലും കഴിക്കില്ല അല്ലേ, തോല് കറുത്തത് കണ്ടാൽ. അപ്പോൾ നമുക്കത് ഇങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയുള്ള പഴം, ആ 2 പഴം കൂടി നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. ഇവിടെ ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് നീക്കി വെക്കാം. പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പളവൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതിലൊരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1/4 ഗ്ലാസ് കടലമാവാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ 1/2 കപ്പ് അരിപ്പൊടി എടുത്തപ്പോൾ 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ പൊടിയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പാകത്തിന് മധുരം ഉണ്ടാവുള്ളൂ. നമ്മുടെ നേന്ത്രപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി ചേർക്കാം. ശർക്കര ആണെങ്കിൽ ഒരു പകുതി ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ആക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ആകാനാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കോഴിമുട്ട ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോഴിമുട്ട വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോഴിമുട്ട കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ശേഷം നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന വെള്ളം മാത്രം ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഏലക്കയുടെ പൊടി എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട കേട്ടോ. പിന്നെ ഇത് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം പടി ഈ ഒരു പരുവത്തിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ആ രീതി മതി. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയിൽ അങ്ങോട്ട് തിക്കാവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ രീതി മതി. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇത് റെഡിയാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തത്. വളരെ കുറച്ച് മാവല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഒരു ചീനച്ചട്ടി ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ആക്കാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒരു സ്ക്വയർ കൊണ്ട് കുത്തിയിട്ട് പിന്നെ നമുക്ക് മാവിലേക്ക് മുക്കി കൊടുക്കാം. അതിനാണ് മാവ് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെറൈറ്റി ടേസ്റ്റാണ്. സാധാരണ പഴംപൊരി ഒന്നും കഴിക്കുന്ന ടേസ്റ്റ് അല്ല. നമ്മൾ അരിപ്പൊടിയും കടലമാവും ശർക്കരയൊക്കെ ചേർത്തതാണ്. ബാറ്റർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇത് ടൂത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് കോരിടേണ്ട ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റും കേട്ടോ. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഴമൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് റെഡിയാക്കി നോക്കൂ. നല്ല പഴുത്ത പഴം കൊണ്ട് റെഡിയാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഒരു ഭാഗമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് 2 ഭാഗവും കുക്കാക്കി എടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ എണ്ണയൊക്കെ കുടിക്കൂലേ, ഇത് എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. ഇങ്ങനെയൊന്ന് റെഡിയാക്കി നോക്കുകൊണ്ടു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും.
അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുഴുവൻ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, കണ്ടോ? നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.